ഇത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മസാല ഷവായി ആണ്. അതിന് വേണ്ടി 10 വെളുത്തുള്ളി, 10 കൊച്ചുള്ളി, ഒരു തക്കാളി, ഇഞ്ചി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതെല്ലാം ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 15 മിനിറ്റ് സോക്ക് ചെയ്ത് മാറ്റി വെച്ച വറ്റൽമുളകും ഇച്ചിരി വിനാഗിരിയുമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചിക്കൻ മസാലയും 1 സ്പൂൺ ഗരം മസാല. ഇത് നന്നായിട്ട് മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ആ ചിക്കനിലേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ. അങ്ങനെ ചിക്കൻ എല്ലാം മാഗ്നേറ്റ് ചെയ്തു. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഒട്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. നമുക്ക് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഒരു വിസിലടിച്ച് മാറ്റി വെച്ച ചിക്കൻ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ആ ചിക്കനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത്, ചിക്കൻ എല്ലാം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കുക്കറിലിരിക്കുന്ന ഈ മസാല ഈ പാനിലേക്ക് ഒഴിക്കും. ഇനി നമുക്ക് ഈ മസാലയിൽ എരിയും ഉപ്പും ഒക്കെ ഓക്കെ ആണോ നോക്കാം. ഇനി എരി കുറവാണെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സോ അല്ലെങ്കിൽ കുരുമുളകോ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ലേശം ചില്ലി ഫ്ലെക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.